ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്ന് കൺവേർഷൻ എന്ന് പറയുന്ന ഇൻകം ടാക്സിനകത്തുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് പറയുന്നത്. സെക്ഷൻ 47, 13, 14 രണ്ട് കാര്യങ്ങൾ. അതായത് ക്യാപിറ്റൽ ഗെയിനകത്ത് കയറി വരുന്ന കുറച്ച് ഐറ്റംസ് ആണ്. ഇവിടെ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ച് അല്ലെങ്കിൽ വേർഡ് മീൻ ചെയ്യുന്നത് നമ്മൾ ഇപ്പം കഴിഞ്ഞ വീഡിയോക്കകത്തൊക്കെ പലതരത്തിലുള്ള റീകൺസ്ട്രക്ഷൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. അമാൽഗമേഷൻ എങ്ങനെയാണ്, ഡീമർജർ എങ്ങനെയാണ്, അതേപോലെ ഇവിടെ റീകൺസ്ട്രക്ഷൻ അല്ല, പകരം സംഭവിക്കുന്നത് കൺവേർഷനാണ്. സോ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന്, നിലവിലുണ്ടായിരുന്ന ഒരു പാർട്ട്ണർഷിപ്പ് ഫേം മാറി കമ്പനിയാവുന്നു. ആൻഡ് സെക്കൻഡ് വൺ, നിങ്ങളൊരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആയിരുന്നു, അതിനെ കൺവേർട്ട് ചെയ്തിട്ട് ഒരു കമ്പനിയാവുന്നു. സോ ഇങ്ങനെ വരുന്ന നേരത്ത് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വ്യത്യാസം വരും, അല്ലെങ്കിൽ എന്തൊക്കെ ടാക്സ് ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് വേണം. മനസ്സിലായി? എളുപ്പമാണ്, ഓർത്തിരിക്കാനും എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. സോ നോക്കി, ആദ്യത്തെ നമ്മൾ പറയുന്നത് നിങ്ങളൊരു ഫേം ആയിരുന്നു, ആ ഫേം മാറിയിട്ട് ഏതാവാൻ പോവാ, ഈ പറഞ്ഞതുപോലെ ഒരു കമ്പനി ആവാൻ പോവാണ്. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കി. എനി ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ബൈ എ ഫേം ടു എ കമ്പനി ആസ് എ റിസൾട്ട് ഓഫ് സക്സഷൻ ഓഫ് എ ഫേം ബൈ എ കമ്പനി ഇൻ ദ ബിസിനസ് ക്യാരിഡ് ഓൺ ബൈ ദ ഫേം ഷാൾ നോട്ട് റിഗാർഡഡ് ആസ് എ ട്രാൻസ്ഫർ പ്രൊവൈഡ് ദ ഫോളോയിങ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. ദാറ്റ് മീൻസ് നിങ്ങളൊരു ഫേം ആയിരുന്നു, ഫേമിനെ കൺവേർട്ട് ചെയ്ത് കമ്പനി ആവുന്ന നേരത്ത് ആ ട്രാൻസ്ഫറിന് നമ്മൾ ഒരിക്കലും എന്ത് കൊടുക്കേണ്ട കാര്യമില്ല, ഈ പറയുന്നത് പോലെ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന സാധനം ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇനി പറയുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. മനസ്സിലായി? സോ ഒരിക്കൽ കൂടെ നമ്മൾ കൺവേർഷനെ കുറിച്ചാണ് പറയണേ. അതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിനകത്ത് ആദ്യത്തെ, നമ്മളൊരു ഫേമിനെ കമ്പനി ആവുന്നു. രണ്ടാമത്തെ, ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആയിരുന്നു, അതിനെ കമ്പനി ആവുന്നു. ആദ്യത്തെ കേസിനകത്ത് നമ്മളോട് പറഞ്ഞത് അത് ഒരിക്കലും ഒരു ട്രാൻസ്ഫർ ആയിട്ട് ട്രീറ്റ് ചെയ്താലും അതിനൊരു ക്യാപിറ്റൽ ഗെയിനിന്റെ ടാക്സ് എഫക്ട് വരുന്നില്ല. പക്ഷേ ഇനി പറയുന്ന കണ്ടീഷൻസ് ഫോളോ ചെയ്യണം. കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കി നമുക്ക് ടാക്സ് പോയിന്റ്സ് പറയാം. ട്രാൻസ്ഫർ മസ്റ്റ് ഹാവ് ബീൻ ടേക്കൺ ബൈ ആസ് എ റിസൾട്ട് ഓഫ് സക്സഷൻ ഓഫ് എ ഫേം ടു എ കമ്പനി. മനസ്സിലായി? എന്തായിരുന്നു? ട്രാൻസ്ഫർ ഫേം കമ്പനി ആവണം. ആൻഡ് ദ സെക്കൻഡ് വൺ, ഓൾ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് റിലേറ്റഡ് ടു ദ ബിസിനസ് മസ്റ്റ് ഹാവ് ബീൻ ട്രാൻസ്ഫേർഡ്. ആ ഫേമിനകത്തുണ്ടായിരുന്ന അസറ്റും ലയബിലിറ്റീസ് എല്ലാം ഏതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? ഈ പറയുന്ന കമ്പനിയായിട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ആൻഡ് ദ തേർഡ് വൺ, ഓൾ ദ പാർട്ട്നേഴ്സ് ബിക്കം ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ കമ്പനി ഇൻ ദയർ ക്യാപിറ്റൽ റേഷ്യോ. മനസ്സിലായോ? ഓക്കെ, ആസ് ഓൺ ദ ഡേറ്റ് ഓഫ് സക്സഷൻ. ദാറ്റ് മീൻസ് ഈ ട്രാൻസ്ഫർ, ഈ കൺവേർഷൻ നടക്കുന്ന സമയത്ത് ആ പാർട്ട്ണർഷിപ്പ് ഫേമിനകത്ത് ആരൊക്കെയാണോ പാർട്ട്നേഴ്സ് ആയിട്ട് ഉണ്ടായിരുന്നത് അവരെല്ലാവരും കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആയിരിക്കണം. ഏത് റേഷ്യോയിൽ? അവരുടെ ക്യാപിറ്റൽ ഷെയറിംഗ് റേഷ്യോയിൽ, അതേ റേഷ്യോയിൽ തന്നെ കമ്പനിയുടെയും എന്തായിരിക്കണം? ഈ പറയുന്നത് പോലെ മെമ്പേഴ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കണം. സോ ഫസ്റ്റ് കണ്ടീഷൻ, ഫേം കമ്പനി ആവണം. ആൻഡ് സെക്കൻഡ് വൺ, ഓൾ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. തേർഡ്, എല്ലാ പാർട്ട്നേഴ്സും കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കണം. ഏത് റേഷ്യോയിൽ? ആ പാർട്ട്നേഴ്സിന്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ. ആൻഡ് ദ ഹോൾ കൺസിഡറേഷൻ ഷാൾ ബി പെയ്ഡ് ബൈ അലോട്ട്മെന്റ് ഓഫ് ഷെയർസ് ഇൻ ദ കമ്പനി. എങ്ങനെയാ? ഈ പറയുന്നത് പോലെ ഫേം കമ്പനി ആവുമ്പോൾ അല്ലെ, കമ്പനി തിരിച്ച് എന്തെങ്കിലും ഒരു കൺസിഡറേഷൻ കൊടുക്കണം. അതായത് ഫേമിന്റെ അസറ്റും ലയബിലിറ്റീസും എല്ലാം അങ്ങോട്ട് പോണേ. സോ അങ്ങനെ കൊടുക്കുന്ന കൺസിഡറേഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? ഷാൾ ബി പെയ്ഡ് ബൈ അലോട്ട്മെന്റ് ഓഫ് ഷെയർസ് ഇൻ ദ കമ്പനി. മനസ്സിലായോ? കമ്പനിയുടെ ഷെയർസ് ആയിരിക്കണം അവർക്ക് തിരിച്ചു കൊടുക്കുന്ന കൺസിഡറേഷൻ. ആൻഡ് പാർട്ട്നേഴ്സ് ഓൾ ടുഗദർ മസ്റ്റ് ഹോൾഡ് അറ്റ്ലീസ്റ്റ് 50% ഓഫ് ദ വോട്ടിംഗ് പവർ ഓഫ് ദ കമ്പനി. ഈ നിലവിലുണ്ടായിരുന്ന പാർട്ട്നേഴ്സിന് വേണമെങ്കിൽ പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യാം. പക്ഷെ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, അറ്റ്ലീസ്റ്റ് 50% ഷെയർസ് എങ്കിലും ആരുടെ ആയിരിക്കണം? ഈ പറയുന്ന പാർട്ട്നേഴ്സിന്റെ ആയിരിക്കണം. മനസ്സിലായി? ഇപ്പം A, B, C 3 പാർട്ട്നേഴ്സ് ആണ്. ഒരാൾക്ക് 40%, ഒരാൾക്ക് 30%, ഒരാൾക്ക് 30% ആണ് ഷെയർ എന്ന് വിചാരിക്കുക. ഇതിനെ കമ്പനി ആക്കുന്ന നേരത്ത് ഈ എക്കും ബിക്കും സിയും, അല്ലെങ്കിൽ എയും ബിയും സിയും പുതിയ കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആയിരിക്കണം നിർബന്ധമായിട്ടും. ആൻഡ് ദ സെക്കൻഡ് വൺ, അവർ ഈ പറയുന്ന 4:3:3 എന്നുള്ള രീതിയിൽ തന്നെ എന്ത് ചെയ്യണം? പുതിയ കമ്പനിയിലെ ഷെയർസ് ഉണ്ടായിരിക്കണം. അവർക്ക് വേണമെങ്കിൽ അഡീഷണൽ ഷെയർസ് ഇഷ്യൂ ചെയ്യാം. അവിടെ പറയുന്നത് അങ്ങനെ ഇഷ്യൂ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് 50%. ദാറ്റ് മീൻസ് കൺട്രോളിംഗ് പവർ ആരുടെ ആയിരിക്കണം? ഈ പറയുന്ന പഴയ പാർട്ട്നേഴ്സിന്റെ കയ്യിൽ തന്നെ ആയിരിക്കണം. ആൻഡ് ദ ലാസ്റ്റ് കണ്ടീഷൻ, ലോക്ക് ഇൻ പീരിയഡ് ഫോർ ദ എബോവ് ഷെയർ ഈസ് 5 years ഫ്രം ദ ഡേറ്റ് ഓഫ് സക്സഷൻ. എപ്പോഴാണോ നിങ്ങൾ കൺവേർഷൻ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് 5 വർഷം നിങ്ങളുടെ ഈ പറയുന്ന ഷെയർസ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. മനസ്സിലായി? സോ ഇത്രയും സിറ്റുവേഷൻസ് ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല. ആ കൺവേർട്ട് ചെയ്യുന്ന വർഷം അതിനൊരു കൺവേർട്ടായിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല. അവിടെ ക്യാപിറ്റൽ ഗെയിനിന് ടാക്സ് കൊടുക്കും വേണം. ഓക്കെ, സോ വൺസ് അഗൈൻ നമ്മൾ പഠിച്ചത് കൺവേർഷനെ കുറിച്ചാണ്. അതിനകത്ത് ആദ്യത്തെ 47-13 പ്രകാരം നമ്മൾ പറയുന്നത് നമ്മുടെ കൈവശം ഉണ്ടായിരിക്കുന്ന ഫേമിനെ നമ്മൾ കമ്പനിയാക്കി മാറ്റാൻ പോവുക. അതിനെ നമ്മൾ ട്രാൻസ്ഫർ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ക്യാപിറ്റൽ ഗെയിൻ കൊടുക്കണ്ട. എന്തൊക്കെയായിരുന്നു? ഒന്ന്, ഫേം കമ്പനി ആവണം. സെക്കൻഡ് വൺ, എല്ലാ അസറ്റും ലയബിലിറ്റീസും ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. തേർഡ് വൺ, എല്ലാ പാർട്ട്നേഴ്സും കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കണം, ഈ പറയുന്ന പോലെ ക്യാപിറ്റൽ ഷെയറിംഗ് റേഷ്യോയിൽ. ആൻഡ്
കൺസിഡറേഷൻ കൊടുക്കുന്നത് കമ്പനി തിരിച്ചവർക്ക് കൺസിഡറേഷൻ കൊടുക്കുന്നത് എന്തായിട്ടായിരിക്കണം? ഷെയർസ് ആയിട്ടായിരിക്കണം. മിനിമം 50% കമ്പനിയുടെ വോട്ടിംഗ് റൈറ്റ്സ് എങ്കിലും ആരുടെയും ഉണ്ടായിരിക്കണം. ഈ പറഞ്ഞിരിക്കുന്നത് പോലെ പഴയ പാർട്ട്നേഴ്സിൽ ഉണ്ടായിരിക്കണം. ആ കിട്ടിയ ഷെയർസ് പുതിയ കമ്പനിയുടെ ഷെയർസ് ആണ് ഇപ്പോൾ പാർട്ട്നേഴ്സിന്റെ കയ്യിലുള്ളത് അല്ലേ, അത് 5 വർഷത്തേക്ക് ആർക്കും ട്രാൻസ്ഫർ ചെയ്യാനും പാടില്ല. മനസ്സിലായി? സോ ഇത്രയും കണ്ടീഷൻസ് ഓക്കെ ആണെങ്കിൽ 47:13 എന്ന് പറയുന്ന സാധനം ചെയ്യാം. ഇതേ എഫക്റ്റ് തന്നെയാണ് 14-നകത്ത് നമ്മളോട് പറയണേ. നോക്കാം. 14-നകത്ത് നമ്മളോട് പറയുന്നത് അവിടെ ഫേം കമ്പനി ആവുകയാണെങ്കിൽ ആസ് പെർ 14 നമ്മളോട് പറയുന്നത് ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഏതാവുക? കമ്പനി ആവുക. മനസ്സിലായി? ഇപ്പൊ മിസ്റ്റർ എ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് കമ്പനിയാക്കി മാറ്റാൻ പോവുക. സോ ഇവിടെയും പറയുന്നത് അങ്ങനെ നിങ്ങൾ ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പിനെ കമ്പനിയാക്കി മാറ്റുന്ന നേരത്ത് ആ കൺവേർഷന് നിങ്ങൾ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടുള്ള എഫക്റ്റ് വരില്ല. പക്ഷേ അവിടെയും ഈ പറയുന്ന കണ്ടീഷൻസ് ബാധകമാണ്. കണ്ടീഷൻസ് എന്താക്കി നോക്കി? ആ 13-നകത്ത് പറഞ്ഞിരിക്കുന്ന അതേ കണ്ടീഷൻസാ. ട്രാൻസ്ഫർ must have taken place as a result of succession of a proprietorship concerned to a company. ഒരു പ്രൊപ്രൈറ്റർഷിപ്പ് കമ്പനിയായി മാറണം. സെക്കൻഡ് വൺ, ഓൾ അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റി റിലേറ്റഡ് ടു ദ ബിസിനസ് മസ്റ്റ് ഹാവ് ബീൻ ട്രാൻസ്ഫേർഡ്. എല്ലാ അസറ്റും ലൈബിലിറ്റീസും ട്രാൻസ്ഫർ ചെയ്യണം. തേർഡ് വൺ, ദ ഹോൾ കൺസിഡറേഷൻ ഷാൽ ബി പെയ്ഡ് ബൈ അലോട്ട്മെന്റ് ഓഫ് ഷെയർസ് ഇൻ ദ കമ്പനി. കമ്പനിയുടെ ഷെയർസ് ആയിട്ട് വേണം കൺസിഡറേഷൻ കൊടുക്കാൻ. ആൻഡ് ദ പ്രൊപ്രൈറ്റർ മസ്റ്റ് ഹോൾഡ് അറ്റ്ലീസ്റ്റ് 50% ഓഫ് ദ വോട്ടിംഗ് പവർ ഓഫ് ദ കമ്പനി. അവിടെ പാർട്ട്നേഴ്സിനാണ് 50% വോട്ടിംഗ് റൈറ്റ് എങ്കിൽ ഇവിടെ ആ പ്രൊപ്രൈറ്റർ ആരാണോ അങ്ങേർക്ക് പുതിയ കമ്പനിയുടെ 50% കൂടുതൽ ഷെയർ വേണം. മനസ്സിലായി? ആൻഡ് ദ ലാസ്റ്റ് വൺ, ലോക്ക് ഇൻ പീരീഡ് ഓഫ് എബോവ് ഷെയർ ഈസ് 5 years ഫ്രം ദ ഡേറ്റ് ഓഫ് സക്സഷൻ. അതായത് എന്ത് വേണം? 5 വർഷം ലോക്ക് ഇൻ പീരീഡ് വേണം. അവിടെ പറഞ്ഞ അതേ കണ്ടീഷൻസ് തന്നെയാണ്. അപ്പോൾ അവിടെ പാർട്ട്നേഴ്സ് മാറ്റി ഇവിടെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പായി അല്ലേ, അവിടുത്തെ പാർട്ട്നേഴ്സ് മാറ്റി ഇവിടെ എന്തായി? പ്രൊപ്രൈറ്ററായി. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, അല്ലാതെ യാതൊരുവിധ ഡിഫറൻസോ കാര്യങ്ങളോ ഇതിനകത്ത് വരില്ല. ഓക്കെ. ഒരു കാര്യം കൂടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നോക്കി, എക്സംഷൻ ഈസ് അവൈലബിൾ ഫോർ ദ ക്യാപിറ്റൽ ഗെയിൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ്. ദാറ്റ് മീൻസ് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എന്തായിരിക്കണം? ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കണം. ആൻഡ് നോട്ട് ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ്. മനസ്സിലായി? അതായത് ഈ ട്രാൻസ്ഫർ ചെയ്യുന്നത് ക്യാപിറ്റൽ അസറ്റുകളായിരിക്കണം, അല്ലാതെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആവരുത്. കാരണം സ്റ്റോക്ക് ഇൻ ട്രേഡ് ട്രാൻസ്ഫർ ചെയ്താൽ അതിന്റെ കാറ്റഗറി മാറി അല്ലേ. നോക്കി, therefore if stock is transferred at profit it will be taxable as a business income. നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിൽ ഓക്കെ ആണ്, ക്യാപിറ്റൽ ഗെയിൻ പ്രകാരം ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണെങ്കിലും അവിടെ ആ കാറ്റഗറി മാറി. സ്റ്റോക്ക് ഇൻ ട്രേഡ് ട്രാൻസ്ഫർ ചെയ്ത് സെയിൽ ചെയ്യുന്ന നേരത്ത് അവിടെ അതിനെ നമ്മൾ പറയുന്നത് ബിസിനസ് ഇൻകം എന്നാണ്. സിറ്റുവേഷൻ മനസ്സിലായി? സോ 13-നകത്തും 14-നകത്തും പറയുന്നത് ഒരേ കാര്യങ്ങൾ തന്നെയാണ്. ഈ പറയുന്ന പോലെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് കമ്പനിയായിട്ട് മാറുകയാണെങ്കിലോ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേം കമ്പനിയായിട്ട് മാറുകയാണെങ്കിലോ ഓർത്തിരിക്കേണ്ട കണ്ടീഷൻസ് ഇത്രേ ഉള്ളൂ. 5 വർഷം, അതായത് അവർ തിരിച്ചു തരേണ്ടത് ഷെയർ ആണ്. ആ ഷെയർ അല്ലെങ്കിൽ ആ ഷെയർ കാരണം നമ്മുടെ വോട്ടിംഗ് പവർ എന്ന് പറയുന്നത് മിനിമം 50% ഉണ്ടായിരിക്കണം. ആ കിട്ടുന്ന ഷെയർ 5 വർഷങ്ങളിൽ എന്ത് ചെയ്യാനും പാടില്ല? ലോക്ക് ഇൻ പീരീഡ് ആണ്, ട്രാൻസ്ഫർ ചെയ്യാനും പാടില്ല. അങ്ങനെ ഓക്കെ ആണെങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് എക്സംഷൻ കിട്ടും. സോ അവിടെ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ക്വസ്റ്റിനാണ്. ഇപ്പോൾ 2017-2018 ഇങ്ങനെ ഒരു സംഭവം നടക്കണമെന്ന് വിചാരിക്കുക. 2017-2018 നമ്മൾ എക്സംഷൻ ക്ലെയിം ചെയ്തു. പക്ഷേ അടുത്ത 5 വർഷങ്ങളിൽ ഈ ഷെയർസ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. അതല്ലേ റൂൾ. സോ അങ്ങനെ ചെയ്യില്ല എന്ന് ഉറപ്പായിട്ടാണ് നമ്മളിപ്പോൾ എക്സംഷൻ ക്ലെയിം ചെയ്യണേ. ഇനി നിങ്ങൾ നേരെ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ, 3 വർഷം കഴിഞ്ഞിട്ട് ഈ ഷെയർ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്താൽ അവിടെ ആ കണ്ടീഷൻസ് നിങ്ങൾ വയലേറ്റ് ചെയ്തു അല്ലേ. 2017-18 ഇങ്ങനെ നിങ്ങൾ ഈ 5 വർഷത്തേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യില്ല എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന എക്സംഷൻസ് ക്ലെയിം ചെയ്തത്. സോ 3 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ അസറ്റ് ഈ പറയുന്ന ഷെയർ ട്രാൻസ്ഫർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. സോ അവിടെ ഓൾറെഡി എക്സംഷൻ എടുക്കുകയും ചെയ്തു. എടുക്കുമ്പം കണ്ടീഷൻ ഫോളോ ചെയ്യാമെന്ന് പറഞ്ഞു. ആ കണ്ടീഷൻസ് നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്തില്ല, വയലേറ്റ് ചെയ്തു. സോ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നോക്കി ഒരു കാര്യം കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. Withdrawal of exemption under section 47(13)(14). Okay, on violation of condition, exemption earlier allowed shall be withdrawn, and the amount of profit or gains arising from the transfer of such a capital assets not charged earlier shall be deemed to be the profit and gains chargeable to tax of the successor company for the previous year in which the requirements of section 47(13)(14) are violated. സോ ഏത് വർഷമാണോ നിങ്ങൾ അങ്ങനെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് വർഷമാണോ നിങ്ങൾ കണ്ടീഷൻ വയലേറ്റ് ചെയ്യുന്നത്, ആ വർഷം നിങ്ങൾക്ക് ഏർലിയർ കിട്ടിയിരിക്കുന്ന എക്സംഷൻസിനെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? വിഡ്രോ ചെയ്യേണ്ടി വരും. ദാറ്റ് മീൻസ് അവിടെ ഏർലിയർ നിങ്ങൾക്ക് എത്രയാണോ എക്സംഷൻ കിട്ടിയിരിക്കുന്നത് ആ എമൗണ്ടിനെ ഈ ടേമിലെ പ്രോഫിറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും. ചെയ്ത കാര്യം മനസ്സിലായല്ലോ? സോ ഇത്രയേ ഉള്ളൂ ആ 2 കൺവേർഷൻ എന്ന് പറയുന്ന സാധനം. ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്ക് അതിനകത്ത് പറയാനുള്ളൂ.
സോ പറഞ്ഞ കാര്യം 13 പ്രകാരം ഫേം കമ്പനി ആവുന്നു, 14 പ്രകാരം സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് കമ്പനി ആവുന്നു അല്ലേ. 5 വർഷം ഓർത്തിരിക്കണം, 50% ഷെയർ ഓർത്തിരിക്കണം. ഈ 2 കാര്യങ്ങളാണ് അവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത്. കൂടാതെ ഒരു കാര്യം കൂടെ പറഞ്ഞു, ആ പറയുന്ന കണ്ടീഷൻസ് വയലേറ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് ഏർലിയർ കിട്ടിയിരിക്കുന്ന എക്സംഷൻ നമുക്ക് എന്തായിട്ട് കൊടുക്കേണ്ടി വരും? ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടി വരും. മനസ്സിലായി? ഇനി ഈ കൺവേർഷനുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്കൊരു 3 ചെറിയ കാര്യങ്ങളും കൂടെ, നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്, എന്നാൽ ഒരു 3 ചെറിയ കാര്യങ്ങളും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യണം. ദ ഫസ്റ്റ് വൺ, വാല്യൂ ഓഫ് നോൺ ഡിപ്രീഷ്യബിൾ ക്യാപിറ്റൽ അസറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് ക്യാപിറ്റൽ ഗെയിൻ. എങ്ങനെയായിരുന്നു? വാല്യൂ ഓഫ് നോൺ ഡിപ്രീഷ്യബിൾ ക്യാപിറ്റൽ അസറ്റ് for the purpose of capital gain. Okay, where a capital asset becomes the property of the company under transfer, the cost of acquisition of the asset of the company shall be deemed to be the cost for with the previous owner. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ദാറ്റ് മീൻസ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന ക്യാപിറ്റൽ അസറ്റ് അല്ലേ, ഇപ്പം പ്രൊപ്രൈറ്റർഷിപ്പിൽ നിന്ന് വന്നാണെങ്കിലും ഫേമിൽ നിന്ന് വന്നാണെങ്കിലും ഉള്ള ക്യാപിറ്റൽ അസറ്റ് ഇപ്പോൾ ആരുടെ കയ്യിലായിരിക്കണേ? കമ്പനിയുടെ കയ്യിലാണ് ഇരിക്കണേ. കമ്പനി ഭാവിയിൽ ഇത് സെയിൽ ചെയ്യുന്ന നേരത്ത് സെയിൽ പ്രൈസിൽ നിന്ന് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്ന ടേം മൈനസ് ചെയ്യണം. അവിടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആരുടെ എടുക്കാമെന്നാണ് പറയണേ? പ്രീവിയസ് ഓണറിന് എടുക്കാമെന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ആ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എത്രയാണോ വാങ്ങിച്ചത്, അല്ലെങ്കിൽ ആ ഫേം എത്ര രൂപയ്ക്കാണോ വാങ്ങിച്ചത്, അവരുടെ കോസ്റ്റ് ഓഫ് അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ അവർ എത്രയാണോ മുടക്കിയത് അതിനെ നമ്മുടെ കോസ്റ്റ് ഓഫ് അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. Okay, of the property acquired as increased by the cost of any improvement of the assets incurred or borne by the previous owner or the assessee as the case may be. മനസ്സിലായി? സോ ഇപ്പോൾ ആരുടെ കയ്യിലായിരിക്കണേ? ഇപ്പോൾ ആരുടെ കയ്യിലാണ് നമ്മുടെ അസറ്റ് ഇരിക്കണേ? കമ്പനിയുടെ കയ്യിലാണ് ഇരിക്കണേ. കമ്പനി ഭാവിയിൽ ഇത് സെയിൽ ചെയ്യുന്ന നേരത്ത് ഓക്കെ അതിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് ഏതിന്റെ വേണം എടുക്കാൻ? പ്രീവിയസ് ഓണറിന്റെ വേണം എടുക്കാൻ. അവർ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ കൂടെ ആഡ് ചെയ്യും. And the next one, allocation of depreciation in the year of conversion. Okay, അത് നമ്മൾ പറഞ്ഞതാ ഈ അമാൽഗമേഷനകത്ത് മെർജറിനകത്തൊക്കെ പറഞ്ഞ കേസാണ്. ഓക്കെ, the deduction of depreciation shall be apportioned between the proprietary concern or firm and the company in the ratio of the number of days in which the asset were used by them. അതായത് അവർ അസറ്റ് എത്ര ദിവസമാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ രീതിയിൽ അലോക്കേറ്റ് ചെയ്യാം. മനസ്സിലായി? ഡിപ്രീസിയേഷൻ നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് ഫേമിനും അല്ലെങ്കിൽ ഫേമിനും കമ്പനിക്കുമായിട്ട് നമുക്ക് ചാർജ് ചെയ്ത് കൊടുക്കാം. Okay, so ഒരു കാര്യം കൂടെ, and the last one, carry forward and set of losses of conversion of property concern or partnership firm into company. That means ആ പറയുന്ന കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന പ്രൊപ്രൈറ്ററി ഫേമിനകത്തോ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേമിനകത്തോ ഈ പറയുന്ന ക്യാരി ഫോർവേഡ് ലോസോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ അത് ആർക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം? ഈ പറയുന്ന പുതിയ കമ്പനിക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. പക്ഷേ ഇവിടെ അമാൽഗമേഷൻ ഡിമർജറും പറയുന്നത് പോലെയല്ല, ഒരു കണ്ടീഷനും കൂടെ പറയുന്നുണ്ട്. എത്ര വർഷത്തേക്ക് മാത്രം? അക്യുമുലേറ്റഡ് ലോസ് ഓഫ് സച്ച് ഫേം ഓർ കൺസേൺ ക്യാൻ ബി ക്യാരി ഫോർവേഡ് ഫോർ ഫർദർ 8 years. മനസ്സിലായി? എന്നാണോ ഈ കൺവേർഷൻ നടക്കുന്നത് അത് കഴിഞ്ഞിട്ട് 8 വർഷം വരെ അവർക്ക് ഇത് എന്ത് ചെയ്യാം? ക്യാരി ഫോർവേഡ് ചെയ്യാം. ഇനി ഈ 8 വർഷങ്ങളിൽ എപ്പോഴെങ്കിലും ഈ പറയുന്ന കണ്ടീഷൻസ് അവർ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ അവർ ഓൾറെഡി എന്ത് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഈ പറഞ്ഞ ക്യാരി ഫോർവേഡ് ചെയ്തിരിക്കുന്ന സാധനം നമുക്ക് എന്താ സെറ്റ് ഓഫ് ചെയ്യാം. That means, okay, if any of the condition laid on in section 47(13)(14) are not complied with, the set of loss or allowance of depreciation made in the previous year by the successor company shall be deemed to be the income of the company and chargeable to tax. നമ്മൾ ആ എക്സംഷന്റെ കേസ് പറഞ്ഞതുപോലെ തന്നെയാണ്. സെക്ഷൻ 47(13)-നകത്തും 14-നകത്തും പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ ഓക്കെ അവർ ഈ പറയുന്ന വർഷങ്ങളിൽ അവർ ഏതെങ്കിലും തരത്തിലുള്ള ലോസോ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷനോ സെറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏത് വർഷമാണോ കണ്ടീഷൻസ് വയലേറ്റ് ചെയ്യുന്നത് ആ വർഷം അവരുടെ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യണം. മനസ്സിലായി? സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ കൺവേർഷൻ സെക്ഷൻ 47(13)-14 പ്രകാരം പറഞ്ഞത്. ഒരിക്കൽ കൂടെ, ആസ് പെർ സെക്ഷൻ 47(13) ഫേമിനെ കമ്പനി ആക്കുന്നു അല്ലെ, 14 സോൾ പ്രൊപ്രൈറ്റർഷിപ്പിനെ കമ്പനി ആക്കുന്നു. അവിടെ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എല്ലാ അസറ്റ്സും ലയബിലിറ്റി ട്രാൻസ്ഫർ ചെയ്യണം. അവർക്ക് കൊടുക്കുന്ന കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഈ പുതിയ കമ്പനിയുടെ ഷെയർ ആയിരിക്കണം. എല്ലാ പാർട്ട്നേഴ്സും അല്ലെങ്കിൽ ആ പ്രൊപ്രൈറ്ററും എന്ന് പറയുന്നത് പുതിയ കമ്പനിയുടെ 50% വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടായിരിക്കണം. ആ കിട്ടുന്ന ഷെയർസ് അവർ 5 വർഷങ്ങളിൽ വേറെ ആർക്കും ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല, അൺലോക്ക് ചെയ്യണം അല്ലേ. അതിന് നമ്മൾ അൺലോക്ക് പീരീഡ് എന്നാണ് പറയുന്നത്. ഈ കണ്ടീഷൻസ് എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കേണ്ട കാര്യമില്ല? ക്യാപിറ്റൽ ഗെയിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ ആ റിട്ടേൺ ഓൺ വാല്യൂ നോൺ ഡിപ്രീഷ്യബിൾ അസറ്റ്സിനെ കുറിച്ച് പറഞ്ഞേ. പിന്നെ ഈ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ലോസും കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു 3 പ്രോബ്ലം കൂടെ ഉണ്ട്. എളുപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ.